ഇനി ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റിൻ്റെ മറ്റ് സവിശേഷതകൾ, ഒരു റാഷണൽ ലീഗൽ അതോറിറ്റിയോ കറിസ്മാറ്റിക് അതോറിറ്റിയോ ട്രഡീഷണൽ അതോറിറ്റിക്കോ പുറമെ മറ്റ് സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി എ ഡിവിഷൻ ഓഫ് വർക്ക്. അപ്പോൾ വർക്ക് ഡിവൈഡ് ചെയ്ത് സ്പെസിഫിക് ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അത്തരം വർക്ക് പല എംപ്ലോയീസിനും അസൈൻ ചെയ്യാണ്. അത് അവരുടെ അബിലിറ്റീസിനും അവരുടെ സ്കില്ലിനും അവരുടെ ആപ്റ്റിറ്റ്യൂഡിനും അനുസരിച്ചിട്ടാണ് അത്തരം വർക്കുകൾ അവർക്ക് കിട്ടുക. അപ്പോൾ വർക്ക് ഷുഡ് ബി ഡിവൈഡഡ് ആൻഡ് അസൈൻ ടു ഈച്ച് എംപ്ലോയി ഇൻ ഓർഡർ ടു അച്ചീവ് ഹൈ ഡിഗ്രി ഓഫ് പ്രിസിഷൻ എന്നാണ്. നമ്മുടെ ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റിന് പെർഫെക്ഷൻ ആൻഡ് പ്രിസിഷൻ വളരെ ആപ്റ്റ് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ജോലി ഒരാളല്ല ചെയ്യുക. ഒരു ജോലിനെ പല ആക്ടിവിറ്റീസായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഭാഗം ഓരോ ആൾക്കാർ ചെയ്യുക എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് സത്യത്തിൽ അങ്ങനെ ചെയ്തിരിക്കുന്നത് ആ കിട്ടിയ ആൾക്ക് അത് മര്യാദയ്ക്ക് ചെയ്യാനാണ്. മര്യാദയ്ക്ക് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ വൈകിക്കാനോ അല്ല, മറിച്ച് അങ്ങനെ അയാൾക്ക് കിട്ടിയിട്ടുള്ള പീസ് ഓഫ് വർക്ക് അത് അയാൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ. അത് മാത്രമല്ലേ ഒരു ജോലി മുഴുവനായിട്ടൊന്നും ഇല്ലല്ലോ, ഒരു സ്ലോട്ടല്ലേ കൊടുത്തുള്ളൂ. സോ അത് അയാൾ he or she is supposed to do it completely with high degree of precision എന്നാണ്. ഇനി ഒരു ഹൈറാർക്കി ഉണ്ട്. ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചർ ഹൈറാർക്കിയലാണ്. ഒരു ടോപ്പ്, അതിൻ്റെ താഴെ കുറച്ച് ആൾക്കാർ, പിന്നെ അതിൻ്റെ താഴെ, അങ്ങനെ കറക്റ്റായിട്ട് ഓരോ ലെവലിലും ഏറ്റവും ടോപ്പിലുള്ള ആളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടുതലാണ്, അയാൾക്ക് അതേ അനുസരിച്ച് അതോറിറ്റി ഉണ്ട്. ഏറ്റവും ലോവർ നിലയിലുള്ള ഒരു വർക്കർക്ക് അതോറിറ്റി കുറവാണ്, അയാളുടെ റെസ്പോൺസിബിലിറ്റിയും ആ രീതി തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ട്. തോന്നിയ പോലെ ഏതെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ എന്നുള്ളതല്ല. യു ഹാവ് എ വെൽ സ്ട്രക്ചേർഡ് നേച്ചർ, ഒരു ഹൈറാർക്കിയൽ നേച്ചർ ഉണ്ട്. അപ്പം ആ അതോറിറ്റി അങ്ങനെയാണ് ഡെലിഗേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിന് പ്രത്യേകത എന്താ വെച്ചാൽ റാഷണൽ ആൻഡ് ലീഗൽ ഇൻ നേച്ചറിലാണ് ഈ അതോറിറ്റി. ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾക്ക് അതിൻ്റേതായിട്ടുള്ള കോമ്പീറ്റൻസും അയാൾക്ക് അതിൻ്റേതായിട്ടുള്ള ക്വാളിഫിക്കേഷൻസും എല്ലാം ഉണ്ട്. അതാണ് റാഷണൽ ആൻഡ് ലീഗൽ. നിയമത്തിന് അതീതമായിട്ടല്ല, ഇത്തരം കാര്യങ്ങൾ നിയമവ്യവസ്ഥിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ്. ഇനി വളരെ റിജിഡാണ് റൂൾസും റെഗുലേഷൻസും. അപ്പം നമ്മൾക്കൊക്കെ ചില ഓഫീസിൽ പോകുമ്പോൾ, ഇപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ തന്നെ മാൻഡേറ്ററി ഫീസ് അടച്ചില്ലെങ്കിൽ അഡ്മിഷൻ കിട്ടില്ല. ആദ്യം മാൻഡേറ്ററി ഫീസ് അടച്ചില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താവും. അവിടെ മാൻഡേറ്ററി ഫീസ് അടയ്ക്കാതിരിക്കുന്നത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ പോലും അവിടെ ഒരു ദാക്ഷിണ്യമില്ല. അയ്യോ എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്നൊരു കുട്ടി പറഞ്ഞാൽ ചിലപ്പോൾ അത് ജയിച്ച് അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാൻഡേറ്ററി ഫീസ് അടച്ചില്ല, കുട്ടി ലിസ്റ്റിൽ പുറത്തു പോയാൽ കുട്ടിക്ക് അറിയാത്തത് കൊണ്ടാണ്, എന്നാൽ ശരി ബാ കുട്ടിയും കൂടി ലിസ്റ്റ്, അങ്ങനെ പറ്റില്ല. അത്രയും സ്ട്രിക്റ്റ് ആണ്. ഇനി അപ്ലോഡ് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യും, റിമൂവ് ചെയ്യേണ്ടത് റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ്റെ പ്രോസസ്സ് ശരിയാവുള്ളൂ അല്ലേ. അപ്പോൾ എന്താ പറഞ്ഞാൽ അത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഓപ്പറേഷൻസ് ആൻഡ് ഡിസിഷൻസ് ആണ്. ഒരു സെറ്റ് പ്രൊസീജിയറും സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. ആ പ്രൊസീജിയറും ആ ഫ്രെയിം വർക്ക് ഓഫ് റൂൾസും അതുപോലെ ചെയ്താൽ തന്നെ അവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അത് എംപ്ലോയീസിൻ്റെ ബിഹേവിയറിൻ്റെ കാര്യത്തിലായാലും ജോലി ചെയ്യേണ്ട കാര്യത്തിലായാലും ഇറ്റ് ഇസ് ദാറ്റ്. അതിന് പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ നമുക്ക് ആ ജോലി ഇല്ല, അല്ലെങ്കിൽ നമ്മളതിന്ന് പുറത്ത് എന്ന് തന്നെ വേണം. ഇതിലൊക്കെ പലതരത്തിലുള്ള വെള്ളം ചേർക്കലുകളും മായം ചേർക്കലുകളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സമൂഹത്തിൻ്റെ പൊതു സ്വഭാവം അനുസരിച്ച് ഇത്തരം കാര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. ഇല്ല എന്നല്ല, പക്ഷെ റിജിഡാണ് ഏറെക്കുറെ. ഇംപേഴ്സണാലിറ്റി ഡിസിഷൻസ് ഗവൺമെൻറ്റിൻ്റെ റൂൾസും റെഗുലേഷനും ഇംപേഴ്സണലാണ്. അത് വളരെ ഫോർമലാണ്, ഫങ്ഷണലാണ്. അല്ലാതെ വേറെ ഒഫീഷ്യൽ റിലേഷൻഷിപ്പാണ്. അല്ലാതെ അവിടെ ഒരു സൗഹൃദ ബന്ധം അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ റിലേഷൻഷിപ്പ് അങ്ങനെയൊന്നുമില്ല. ഒരു ഓർഗനൈസേഷനിൽ ഓരോ ആൾക്കും നിയമങ്ങൾ ഒരേപോലെ ബാധകമാണ്. എന്നാൽ പ്രാക്ടിക്കലി ഇങ്ങനെയാണോ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല. സ്വാധീനമുള്ളവരും അവരവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കും ഒക്കെ കാര്യങ്ങൾ ഓരോ സൗകര്യങ്ങളും ഇതും എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെ പാടില്ല എന്നാണ്. ഇറ്റ് ഷുഡ് ബി ഇംപേഴ്സണൽ എന്നാണ്. ഇനി ടെക്നിക്കൽ കോമ്പീറ്റൻസ്. ഓരോ ജോബിനും ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് അവരുടെ ടെക്നിക്കൽ കോമ്പീറ്റൻസിയുടെ ബേസിസിലാണ്. എന്താണ് അവർക്ക് ചെയ്യേണ്ട ജോലി, അത് അവർക്ക് എത്ര നന്നായി ചെയ്യാൻ അറിയാം എന്ന് ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ടിട്ടാണ് ആ ജോലി അവർക്ക് കിട്ടുന്നത്. ജോബ് റിക്വയർമെൻറ്റ്സിന് സ്യൂട്ടാകുന്ന രീതിയിലാണ് സെലക്ഷനും പ്ലേസ്മെൻറ്റും നടക്കുന്നത്.
അത് ഉറപ്പുണ്ട്. ടെക്നിക്കൽ കോമ്പീറ്റൻസ് നമുക്കറിയാം, PSC വഴിയൊക്കെ ജോലി കിട്ടുമ്പോൾ അങ്ങനെ ക്വാളിഫൈ ആയ ആൾക്കാർക്ക് മാത്രം തന്നെ ജോലി കിട്ടുന്നുള്ളൂ. അല്ലാതെ നിങ്ങളായാലും മെറിറ്റ് വഴി അഡ്മിഷൻ കിട്ടുമ്പോൾ ആ മെറിറ്റും അതിൻ്റെ മാനദണ്ഡങ്ങളല്ല തോന്നിയ പോലെ ആർക്കെങ്കിലുമൊക്കെ അഡ്മിഷൻ കൊടുക്കില്ലല്ലോ. മെറിറ്റും അതിൻ്റെ മാനദണ്ഡങ്ങളും എല്ലാം നോക്കിയിട്ട് കിട്ടേണ്ട ആൾക്ക് അർഹമായ പോസ്റ്റിംഗ് അല്ലെങ്കിൽ അർഹമായ ജോലി തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ടെക്നിക്കൽ കോമ്പീറ്റൻസ് ഉറപ്പുവരുത്തുക എന്നുള്ളതും ആക്ച്വലി ബ്യൂറോക്രറ്റിക് മാനേജ്മെൻറ്റിൻ്റെ ഇനി ഇങ്ങനൊരു ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റിൻ്റെ സംവിധാനം ഉണ്ടായിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടാക്കി എടുത്തപ്പോൾ അതിനുദ്ദേശിച്ചിരുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ റാഷണലി എഫിഷ്യൻറ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ആയിരുന്നു. കാരണം പല കാര്യങ്ങളും എഴുതി വെച്ച പോലെ അങ്ങ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് സാഹചര്യങ്ങൾ വരുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് പല കാര്യങ്ങളിലും സാഹചര്യങ്ങൾ വരുന്നതനുസരിച്ചിട്ട് നമുക്ക് യുക്തിസഹജമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു സാഹചര്യം ബ്യൂറോക്രാറ്റിക് മാനേജ്മെൻറ്റിൽ ഉണ്ടായിരുന്നു. പിന്നെ സബ്ജക്റ്റീവ് ജഡ്ജ്മെൻറ്റ്, ആളും തരവും അനുസരിച്ചിട്ട് തീരുമാനങ്ങൾ മാറുക അല്ലെങ്കിൽ ഒപ്പീനിയൻസ് ഡിസിഷൻസ് മാറുക എന്നുള്ളൊരു അവസ്ഥ വരാതെ വളരെ ന്യൂട്രലായിട്ട് ഒബ്ജക്റ്റീവായിട്ട് യാതൊരുവിധ ബയസും ഇല്ലാത്ത ജഡ്ജ്മെൻറ്റുകൾക്ക് വരാനുള്ളൊരു സാഹചര്യം ഉണ്ട്. സ്പെഷ്യലൈസേഷൻ, ഒരാൾക്ക് അയാൾ ചെയ്യേണ്ട ജോലി മാത്രമല്ലേ ചെയ്യേണ്ടൂ, മുഴുവൻ ജോലീനെ ഡിവൈഡ് ചെയ്തിട്ടല്ലേ തന്നിരിക്കുന്നത്. അപ്പം നമ്മളുടെ സ്ലോട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മതിയല്ലോ. അത് കുറേ പ്രാവശ്യം റിപ്പീറ്റഡ്ലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ എക്സ്പേർട്സ് ആവുമല്ലോ. സോ അങ്ങനൊരു സ്പെഷ്യലൈസേഷൻ. ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടി ഇഫക്റ്റീവാണ്. കാരണം കറക്റ്റ് ലീഗലായിട്ടും റാഷണലായിട്ടുള്ള അതോറിറ്റി ഡെലിഗേഷൻ ഉണ്ട്. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് അതോറിറ്റി ലീഗൽ ഇതിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എടുക്കുന്ന ഡിസിഷൻസ് എഫക്റ്റീവാണ്. ആക്ഷൻസിനൊരു കൺസിസ്റ്റൻസി ഉണ്ട്. കാരണം ആക്ഷൻസിന് എന്തുകൊണ്ടാണ് കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഒരേ ജോലിയാണ് ഓരോരുത്തർ ചെയ്യുന്നത്, അവരതൊരു റിതമായിട്ട് ഒരു ഫ്ലോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ തുടർച്ചയായിട്ട് ഇതിങ്ങനെ ചെയ്തേ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. ഇനി അലോക്കേഷൻ ഓഫ് ടാസ്ക് അക്കോർഡിംഗ് ടു കോമ്പിറ്റൻസി, ഒരാൾക്ക് ആ ജോലി ചെയ്യാൻ ആവശ്യമുള്ള ടെക്നിക്കൽ കോമ്പിറ്റൻസി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അയാൾക്ക് ആ ജോലി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ ഒരു ജോബ് ചെയ്യണ കേസിൽ ഒരു പ്രശ്നമില്ല. ആൻഡ് ഫൈനലി ഒരു ഓർഗനൈസേഷനിൽ ഒരു ഡിസിപ്ലിൻ ഓവറോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. കാരണം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു അടുക്കും ചിട്ടയുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ അതിൻ്റേതായ ഭംഗിക്ക് പോകും. ഇതൊക്കെയാണ് ഈ ഒരു ഫോം ഓഫ് ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജസ്.